ഗംഗ നദിയെ തന്റെ ജടയിൽ താങ്ങിയ ശിവന്റെ കഥ അറിയാം. സൂര്യവംശത്തിന്റെ പിൻഗാമിയായ ഭഗീരഥ രാജാവ് തന്റെ പൂർവികരുടെ ചിതാഭസ്മം ശുദ്ധീകരിക്കാൻ പവിത്രമായ ഗംഗയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതിനായി ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് അനുവാദം വാങ്ങിച്ചു. അങ്ങനെ ഗംഗയെ ഭൂമിയിലേക്ക് അയക്കാൻ സമ്മതിച്ചു. എന്നിരുന്നാലും അഹങ്കാരവും വന്യവുമായ ഗംഗ ഭൂമിയിലേക്ക് ശക്തമായി ഇറങ്ങാൻ തീരുമാനിച്ചു. ഇത് കണ്ട ഭഗീരഥൻ ഗംഗയുടെ ശക്തമായ ഇറക്കം നിയന്ത്രിക്കാൻ ശിവനോട് പ്രാർത്ഥിച്ചു. അനുകമ്പയുള്ളവനും ശക്തനുമായ ശിവൻ സമ്മതിച്ചു. ഗംഗ സ്വർഗത്തിൽ നിന്ന് കുതിച്ചപ്പോൾ ശിവൻ അവളെ തന്റെ ജടയിൽ താങ്ങി. അവളുടെ ശക്തമായ ഒഴുക്ക് പൂർണ്ണമായും ശിവന്റെ മുടിയിൽ കുടുങ്ങി നാശം വിതയ്ക്കുന്നതിൽ നിന്ന് അവളെ തടഞ്ഞു. ശിവന്റെ ശക്തിയാൽ വിനീതയായ ഗംഗ മോചനത്തിനായി അപേക്ഷിച്ചു. പരമശിവൻ അവളെ നിയന്ത്രിതമായ രീതിയിൽ പുറത്തേക്ക് ഒഴുകാൻ അനുവദിച്ചു. ദേശത്തുടനീളം വ്യാപിക്കുന്ന ഒന്നിലധികം അരുവികൾ സൃഷ്ടിച്ചു. ഈ പ്രവൃത്തി ഭഗീരഥന്റെ പൂർവികരുടെ ചിതാഭസ്മം ശുദ്ധീകരിക്കുക മാത്രമല്ല, ഭൂമിക്ക് ജീവൻ നൽകുകയും ചെയ്തു. ഗംഗയെ പരിശുദ്ധിയുടെയും ഉപജീവനത്തിന്റെയും പ്രതീകമാണ്. ഇന്നും ഗംഗയെ ഒരു പുണ്യ നദിയായി ആരാധിക്കുന്നു.